മോഹൻജി ഒരിക്കൽ ഒരാളെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായിട്ട് വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചോടെ എത്തി. പ്രോഗ്രാം തുടങ്ങുന്നു. അപ്പോൾ കുറച്ച് പ്രസംഗങ്ങളുണ്ട്, ഇദ്ദേഹത്തിന്റെ മുമ്പിൽ കുറച്ച് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സദസ്സിൽ നിന്നൊരു ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി എഴുന്നേറ്റ് വന്നു. എന്നിട്ട് അദ്ദേഹത്തെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു, അങ്കിളിന്റെ പ്രസംഗം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, മോളെ എനിക്ക് ഇങ്ങനെ 1-2 പ്രസംഗങ്ങളൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രസംഗം വരിക എന്ന് പറഞ്ഞു. അപ്പോൾ മോളങ്ങോട്ട് തിരിച്ചുപോയി. അപ്പോൾ തൊട്ടടുത്തിരുന്ന ആളോട് ഈ മുഖ്യപ്രഭാഷകനായിട്ട് വന്ന ആൾ പറഞ്ഞു, കണ്ടോ എൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികൾ പോലും ആകാംക്ഷയോടെ കാത്തിരിക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, ഒരു ആകാംക്ഷ, ഇതുകൊണ്ട് തന്നെയാണോ കുട്ടി അത് ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഈ സംശയം ഒന്ന് ദൂരീകരിച്ചേക്കാന്ന് കരുതിയിട്ട് കുട്ടീനെ കൈകാട്ടി വിളിച്ചു. കുട്ടി വീണ്ടും ചെന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത്. മോള് നേരത്തെ ഇങ്ങനെ ചോദിച്ചല്ലോ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അമ്മ പറഞ്ഞു അങ്കിളിന്റെ പ്രസംഗം കൂടെ കഴിഞ്ഞിട്ടേ ബിരിയാണി കൊടുക്കാൻ തുടങ്ങുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മളെ വിചാരം, നമ്മുടെ പ്രസംഗം കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഏതായാലും നിങ്ങളുടെ ചിരി വളരെ നല്ലതാട്ടോ, നല്ല ചിരി, വളരെ നല്ലതാണ്. കുറെ അല്ലെ, നമുക്കറിയാലോ കുറെ ഹോർമോൺസ് ഒക്കെ. പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഹൃദയാരോഗ്യം നന്നാക്കും. ഈ ബ്ലഡ് ഫ്ലോ 20% കൂട്ടുന്ന പറയും നന്നായി ചിരിച്ചാല്. അത് കൊള്ളാലോ. ചിരി തുടരട്ടെ, ചിരി തുടരും.